ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, എന്താണത്, അല്ലെങ്കിൽ എന്തു പറ്റി, അല്ലെങ്കിൽ എന്താണ് നീ ചെയ്യുന്നത്, എന്താണ് അവൾ ചെയ്തത്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ പ്രസന്റിലും പാസ്റ്റിലും ഫ്യൂച്ചറും ആയിട്ട് എന്താണ് എന്താണ് എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പൊ അതിന് നമുക്കറിയാം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം അല്ലേ. WH ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ടാണ് പറയാറ്. പക്ഷെ അത് ഇംഗ്ലീഷിൽ നമ്മൾ എന്താണെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ പറയണം എന്നുള്ളൊരു സിമ്പിൾ വീഡിയോ ആണ്. എന്നാലോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിഷ്ടപ്പെടുമ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെന്റൻസിന് വളരെ സിമ്പിളായി നമ്മൾ എപ്പോഴും പറയാറുള്ള സെന്റൻസ് ആണ് ഇതെന്താണ്. സിമ്പിളായിട്ട് നമ്മൾ ചോദിക്കാറ് ഇതെന്താണ് എന്ന് ചോദിക്കാറുണ്ടല്ലോ. വാട്ട് ഇസ് ദിസ്. അവിടെ ഈ ഈസ് പോലും നമ്മൾ ഒഴിവാക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ സെന്റൻസ് പൂർണ്ണമാവില്ല. അപ്പോൾ വാട്ട് ഈസ് ദിസ്, ഈ ഈസ് എന്തിനാണ്, എന്താണെന്ന് പറയുന്നുള്ള ആ ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഈസ് എന്ന ഓക്സിലറി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഓക്സിലറി എന്താണെന്ന് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഓരോ വീഡിയോസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ വാട്ട് ഈസ് ദിസ്, ഇതെന്താണ്. ഇനി അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് അല്ലേ. വാട്ട് ഈസ് ദാറ്റ്, അതെന്താണ്. ഓക്കെ. ഇനി നമ്മൾ ചോദിക്കുന്നത് എന്താണ് നീ നോക്കുന്നത്. നമ്മൾ ഒരാളോട് സിമ്പിളായിട്ട് ചോദിക്കാറുണ്ട് എന്താണ് നീ നോക്കുന്നത്. നോക്കുക ലുക്കാണ്. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. നമ്മൾ വാട്ട് യൂസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഓക്സിലറി വേണമല്ലോ. എന്താണ് നീ നോക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓക്സിലറി വേണം. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണെന്ന് നമ്മൾ നോക്കുക. അപ്പൊ നീ എന്താണ് നോക്കുന്നത് എന്നാണല്ലോ. അപ്പൊ നീ എന്ന സബ്ജക്റ്റ് ആകുമ്പോൾ നമുക്കറിയാം പ്ലൂരലാണ്. അപ്പോൾ ഈ വാട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ ഓക്സിലറി ആഡ് ചെയ്യുക. വാട്ട് ആർ യു, അതിന് ശേഷമാണ് സബ്ജക്റ്റ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്. പിന്നെ ING ഫോർ മസ്റ്റ് ആണ് ഇസാറാൻ വരുന്ന സമയത്ത്. വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്, നീ എന്താണ് നോക്കുന്നത്. എന്താണ് അവൻ പറയുന്നത് എന്ന് പറയാറുണ്ടല്ലോ. ഇതൊക്കെ കണ്ടിന്യൂസ് ആണ് കേട്ടോ. അതായത് പ്രസന്റ് കണ്ടിന്യൂസിലാണ് നമ്മൾ പറയുന്നത്. എന്താണ് അവൻ പറയുന്നത് അല്ലെ, അവനാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വാട്ട് ഈസ് ഹി സേയിങ്, വാട്ട് ഈസ് ഹി സേയിങ്. ഇനി അവൾ എന്താണ് പറയുന്നത് എന്നാണെങ്കിൽ വാട്ട് ഈസ് ഷീ സേയിങ് എന്ന് പറയാം. ഓക്കെ. ഇനി എന്താണ് അവൻ തിരയുന്നത്. നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞല്ലോ എന്താണ് നീ നോക്കുന്നതെന്ന് ചോദിച്ചു അല്ലെ. നോക്കുന്നതെന്ന് ചോദിക്കുക നമ്മൾ ലുക്കിംഗ് അറ്റ് യൂസ് ചെയ്തു. ഇനി എന്താണ് അവൻ തിരയുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ എങ്ങനെ പറയും, അവനാണ് സബ്ജക്റ്റ്. എന്താണ്, വാട്ട് ഈസ് ഹേ ലുക്കിംഗ് ഫോർ അല്ലെ. ഫോർ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ് അവൻ തിരയുന്നത് അല്ലെ. ഒരു കാര്യം വേണ്ടതിന് വേണ്ടിയിട്ടാണ് തിരിയുന്നത്. അതുകൊണ്ടാണ് അവിടെ ലുക്കിംഗ് ഫോർ എന്ന് ആഡ് ചെയ്തത്. വാട്ട് ഈസ് ഹി ലുക്കിംഗ് ഫോർ, എന്താണ് അവൻ തിരയുന്നത്. ഓക്കെ. ഇനി നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയാലോ വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ആർ യു ഡൂയിങ്. ഇത് എന്തിന്റെ മെത്തേഡ് പഠിച്ചിട്ടൊന്നുമില്ല, നമുക്ക് ഓൾറെഡി നമുക്കറിയാവുന്ന ഒരു സെന്റൻസ് ആണ് അല്ലേ. വാട്ട് ആർ യു ഡൂയിങ്, നീ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ. എന്താണ് കുട്ടി കഴിക്കുന്നത് അല്ലെ. ഒരു കുട്ടി ഇങ്ങനെ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്താണ് കുട്ടി കഴിക്കുന്നത്. കുട്ടിയാണ് ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലേ. അതെന്താണ്, സിംഗുലർ തന്നെയാണ്. കുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അപ്പം വാട്ട് ഈസ് ദ കിഡ് ഈറ്റിംഗ്, വാട്ട് ഈസ് ദ കിഡ് ഈറ്റിംഗ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ചൈൽഡ് ഈറ്റിംഗ്, എന്താണ് കുട്ടി കഴിക്കുന്നത്. ഓക്കെ. എന്താണ് ശബ്ദം കേൾക്കുന്നത്, എന്താണ് ശബ്ദം കേൾക്കുന്നത് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. വാട്ട് ഇസ് ദാറ്റ് സൗണ്ട്, വാട്ട് ഇസ് ദാറ്റ് സൗണ്ട്, എന്താണ് ശബ്ദം. ഓക്കെ. ഇനി നമുക്ക് പലതും ചോദിക്കാനായിട്ട് പറ്റുട്ടോ. അപ്പൊ നിങ്ങൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു വെർബ് യൂസ് ചെയ്തിട്ട് ഒരു സെന്റൻസ് ഈ പ്രസന്റ് കണ്ടിന്യൂസിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് പാസ്റ്റിലേക്കുള്ള സെന്റൻസ് ആണ്. ഈ നെക്സ്റ്റ് പാസ്റ്റിലോട്ട് പോവുകയാണ്. പാസ്റ്റിൽ നമ്മൾ എങ്ങനെ വാട്ട് യൂസ് ചെയ്ത് പറയുക. ഇപ്പൊ നമ്മൾ പ്രസന്റിൽ പറഞ്ഞതിന്റെ പാസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ മലയാളം ഇങ്ങനെ വരും. എന്താണ് നീ കണ്ടത്. നമ്മൾ ഒരാളോട് ചോദിക്കണം എന്താണ് നീ കണ്ടത്. നേരത്തെ എന്താ പറഞ്ഞു, നീ എന്താ കാണുന്നത്, നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്താണ് നീ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞൊരു കാര്യമാണല്ലോ. വാട്ട് ഡിഡ്, അവിടുത്തെ ഓക്സിലറി ഏതാണ്, ഡിഡ് ആണ് വരേണ്ടത്. വാട്ട് ഡിഡ്, വാട്ട് ഫസ്റ്റ് വരും, അതിനുശേഷമാണ് ഓക്സിലറി ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഏതാണോ നമ്മുടെ ടെൻസ് അതിനനുസരിച്ചുള്ള ഓക്സിലറി വേണം
ക്രിയേറ്റ് ചെയ്യാനായിട്ട്. വാട്ട് ഡിഡ് യു സീ, വാട്ട് ഡിഡ് യു സീ, എന്താണ് നീ കണ്ടത്, നീ എന്താണ് ഞാൻ കണ്ടത് എന്നാണെങ്കിൽ വാട്ട് ഡിഡ് ഐ സീ, വാട്ട് ഡിഡ് ഐ സീ. അവളാണെങ്കിൽ വാട്ട് ഡിഡ് ഷീ സീ. അതിൽ ഒരു മാറ്റമില്ല, കാരണം സബ്ജക്റ്റ് ഏതായാലും നമ്മുടെ പാസ്റ്റ് ഒരുപോലെ തന്നെയാണ് അല്ലേ. ഇനി നെക്സ്റ്റ്, എന്താണ് നീ എഴുതിയത്, എഴുതുന്നത് എന്നല്ല, എന്താണ് നീ എഴുതിയത്, കഴിഞ്ഞതിന് ശേഷമാണ് നീയാണ് സബ്ജക്റ്റ്. വാട്ട് ഡിഡ് യു റൈറ്റ്. അപ്പൊ നമ്മുടെ വെർബ് എന്തായി മാറും, വെർബ് V1 ഫോം ആയി മാറും, ബേസ് ഫോം ആയി മാറും അല്ലെ. വാട്ട് ഡിഡ് യു റൈറ്റ്, നീ എന്താ എഴുതിയത്. എന്താണ് അവൻ കേട്ടത് അല്ലെ, എന്തോ ഒന്ന് പറയാണ് അവന്. അപ്പൊ നമ്മൾ ചോദിക്കണം എന്താണ് അവൻ കേട്ടത്, കേൾക്കുന്നത് എന്നല്ല കേട്ടത് എന്നാണ്. അവനാണ് സബ്ജക്റ്റ്, പ്രശ്നമല്ല. വാട്ട് ഡിഡ് ഹി, കേൾക്കുക ഹിയർ ആണ്. വാട്ട് ഡിഡ് ഹി ഹിയർ, എന്താണ് അവൻ കേട്ടത്. എന്താണ് അവർ കുടിച്ചത്, എന്താണ് അവർ കുടിച്ചത്, നമ്മൾ കണ്ടിട്ടില്ല, അവരിങ്ങനെ കുടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കണം എന്താണ് അവർ കുടിച്ചത്. വാട്ട് ഡിഡ് ദേ ഡ്രിങ്ക്, സിമ്പിൾ ആണല്ലോ. വാട്ട് ഡിഡ് ദേ ഡ്രിങ്ക്, വാട്ട് ഡിഡ് ദേ ഡ്രിങ്ക്, എന്താണ് അവർ കുടിച്ചത്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കും. നമുക്ക് അവസാനം പറയാട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാസ്റ്റില് WH ക്വസ്റ്റ്യൻ ആയ വാട്ട് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതും അല്ലെങ്കിൽ സെന്റൻസ് പറയാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ഒരു സെന്റൻസ് നിങ്ങൾ പാസ്റ്റിലും കമന്റ് ആയിട്ട് അറിയിക്കേട്ടോ. സ്ട്രക്ചർ ഞാൻ അവസാനം പറഞ്ഞു തരാം. ഇനി ഫ്യൂച്ചറിലും നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഒരു എക്സാമ്പിൾ, ഇപ്പം നമുക്ക് എവിടെയെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ക്യാഷ് തികഞ്ഞില്ല, വഴിയിൽ വെച്ച് നമ്മൾ വല്ലാതെ ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മളോട് ആരെങ്കിലും ചോദിക്കാൻ ഇങ്ങനെ, ഇനി എന്ത് ചെയ്യും, നീ എന്ത് ചെയ്യും അല്ലേ. അല്ലെങ്കിൽ നമുക്കൊരാളോട് ചോദിക്കാം നീ എന്ത് ചെയ്യും. അല്ലെങ്കിൽ ഒരു എക്സാം ഹാളിലെത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും മറന്നുപോയി, ആ സമയത്ത് നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഇത് വരാനിരിക്കുന്നൊരു കാര്യമാണ്, എന്ത് ചെയ്യും. അപ്പൊ എങ്ങനെ പറയാ, അവിടുത്തെ ഓക്സിലറി ഏതായിരിക്കും. അപ്പോ ചെയ്യുകയാണ്, എന്ത് ചെയ്യാണ്. അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ പറയുമ്പോൾ അവിടുത്തെ ഓക്സിലറി ഈസ് ആറാം വരുന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ ഡിഡ് വരുന്നു ക്വസ്റ്റ്യൻ ആവുമ്പം അല്ലെ. എന്നാൽ ഫ്യൂച്ചറിൽ വരുന്നത് വില്ലാണ്. നീ എന്ത് ചെയ്യും, വാട്ട് വിൽ യു ഡു, വാട്ട് വിൽ യു ഡു, നീ എന്ത് ചെയ്യും. ഓക്കെ, സിമ്പിൾ ആണ്. ഇപ്പം നമ്മളൊരു കടയിൽ പോയിട്ട് പറയാണ് നീ എന്ത് വാങ്ങും, അല്ലെങ്കിൽ അവൻ എന്ത് വാങ്ങും ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവനായാലും അവളായാലും നീ ആയാലും അവരായാലും ഒക്കെ എന്ത് പറയണം, വാട്ട് വിൽ യു ബൈ. വെർബിന്റെ ബേസ് ഫോം ആണ് വേണ്ടത് കേട്ടോ. വാട്ട് വിൽ യു ബൈ. അവൻ എന്ത് പറയും അല്ലേ. ഇപ്പം അവൻ എന്ത് പറയും, വാട്ട് വിൽ ഹി സേ, വാട്ട് വിൽ ഹി സേ, അവൻ എന്ത് പറയും. ചില സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ടല്ലോ അവൾ എന്ത് പാചകം ചെയ്യും. ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊരു സാധനം ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ പറയണം അവൾ എന്ത് പാചകം ചെയ്യും. അവളാണ് സബ്ജക്റ്റ്, കുഴപ്പമില്ല. വാട്ട് വിൽ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എന്താണ്, അവളാണ്. വാട്ട് വിൽ ഷീ കുക്ക്, വാട്ട് വിൽ ഷീ കുക്ക്. വളരെ സിമ്പിൾ ആണ് അല്ലേ. നിങ്ങൾ എന്ത് തീരുമാനിക്കും അല്ലേ. തീരുമാനമൊന്നും കഴിഞ്ഞിട്ടില്ല, നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് തീരുമാനിക്കും. വാട്ട് വിൽ യു ഡിസൈഡ്, ഡിസൈഡ് തീരുമാനം. ഓക്കെ, അപ്പോ നമ്മൾ ഫ്യൂച്ചറിലും വാട്ട് എന്ന WH ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ക്രിയേറ്റിംഗ് പഠിച്ചു. അപ്പൊ ഇനി ഈ ഫ്യൂച്ചറിലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള ഒരു സെന്റൻസ് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കട്ടോ. അപ്പൊ 3 രീതിയിൽ നമ്മൾ WH ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാട്ട് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി നമ്മൾ പഠിച്ചു. പ്രസന്റിൽ പഠിച്ചു. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വാട്ട് പ്ലസ് ഈസ് ആർ ആം, ഈസ് ഓർ ആം ഓർ ആറ്, ഇത് ഏതെങ്കിലും ഒന്ന് നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ച് യൂസ് ചെയ്യുക. പ്ലസ് വെർബ് ING ഫോം എന്നാണ് പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇനി പാസ്റ്റിലാണെങ്കിൽ വാട്ട്, അതിനുശേഷം ഡിഡ് അല്ലെ. വാട്ട് ഡിഡ് പ്ലസ് സബ്ജക്റ്റ്, അതിനുശേഷം ബേസ് ഫോം, വെർബിന്റെ ബേസ് ഫോം. വെർബിന്റെ ബേസ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ V1 ഫോം. ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ വരികയാണെങ്കിൽ വാട്ട് പ്ലസ് വിൽ ആണ് വേണ്ടത്. വാട്ട് പ്ലസ് വിൽ, അതിനുശേഷം പ്ലസ് സബ്ജക്റ്റ്, വെർബ് ബേസ് ഫോം, V1 ഫോം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഈ 3 സ്ട്രക്ചറും. ഇത് പഠിച്ചിട്ട് ഇതുപോലെ നിങ്ങളും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലൊരു ക്വസ്റ്റ്യന് മലയാളത്തിൽ പറയുമ്പം അതിന് ഏത് രീതിയിലാണ് പറയേണ്ടത് എന്നുള്ളത് നമ്മൾ
ടെൻസസിനനുസരിച്ചിരിക്കും. കാരണം നമ്മൾ വരാതിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ചോദിക്കേണ്ടതെങ്കിൽ അവിടെ വില്ല് യൂസ് ചെയ്യുന്നു. കഴിഞ്ഞു പോയൊരു കാര്യം നമുക്ക് പറയണമെങ്കിൽ അവിടെ ഡിഡ് യൂസ് ചെയ്യുന്നു വാട്ടിന് ശേഷം. ഇനി നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയണമെങ്കിൽ നമ്മൾ അവിടെ ഈസോ ആറോ ആമോ യൂസ് ചെയ്യുന്നു സബ്ജക്റ്റിനനുസരിച്ച്. അതിനുശേഷം വെർബിനെ ING ഫോമിൽ എഴുതുന്നു. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 3 സെന്റൻസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.